ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയുടെ വിദേശ നയത്തിന് കാതലായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളോടുള്ള ട്രംപിന്റെ ഇടപെടൽ കാണുമ്പോൾ അമേരിക്കയുടെ ശത്രു ആരാണ്, ബന്ധു ആരാണ് എന്ന് പലർക്കും സംശയം തോന്നുന്നു. ബദ്ധശത്രുവായി കരുതിയ റഷ്യയുടെ പുടിനെ പ്രധാന സുഹൃത്തെന്ന് കരുതി സ്വീകരിക്കുന്നു. അദ്ദേഹവുമായി ഫോണിൽ നിരന്തരം സംസാരിക്കുന്നു. 5 ദിവസം കഴിയുമ്പോൾ പുടിനെ തള്ളിപ്പറയുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ട്രംപിന്റെ സ്വഭാവം പ്രവചനാതീതമാവുന്നു. ഇത് പല മേഖലകളിലും, ലോകത്തിന്റെ പല മേഖലകളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് അധികം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് ഏഷ്യയിലെ തങ്ങളുടെ ഒരു സഖ്യകക്ഷിയെ കൂടി വഞ്ചിക്കാൻ പോവുകയാണ് എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ, അപൂർവമായെങ്കിലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ട്രംപിന്റെ ഭരണകൂടം അമേരിക്കയുടെ വിദേശ നയത്തിൽ മാറ്റം വരുത്തിയതായി തോന്നുന്നു എന്ന് തന്നെ കണക്കാക്കാം. ജപ്പാൻ, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഉക്രൈൻ, ഇന്ത്യ തുടങ്ങി അമേരിക്കൻ ഭരണകൂടങ്ങളെല്ലാം തന്നെ, ഓരോ കാലത്ത് അധികാരത്തിലിരുന്ന ഭരണകൂടങ്ങളെല്ലാം തന്നെ സഖ്യകക്ഷിയാക്കാൻ കഠിനമായി പരിശ്രമിച്ച പല രാജ്യങ്ങളെയും ഡൊണാൾഡ് ട്രംപ് വെറുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയാണ്. വെറും 4 മാസത്തെ ഈ ഭരണം കൊണ്ടാണ് ഇത് ട്രംപ് സാധിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപ് മുൻപ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴൊന്നും ഇങ്ങനെയൊരു സംഭവം ലോകത്ത് സംജാതമായിരുന്നില്ല. ഈ 4 മാസം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ശത്രുക്കളെ തൊട്ടിട്ടില്ല, അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു. എപ്പോൾ വരെ? ഇന്നലത്തെ ഇറാൻ ആക്രമണം വരെ. പക്ഷെ അദ്ദേഹം സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു അവസരവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ട്രംപ് ഭരണകൂടം ചെയ്യുന്ന ഒരു പ്രവൃത്തി ദക്ഷിണ കൊറിയയിൽ നിന്ന് 1000കണക്കിന് സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതാണ്. ഇത് വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത് അവകാശപ്പെടുന്നത്. ട്രംപിന്റെ ഈ തീരുമാനം ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഉത്തര കൊറിയയുടെ ആക്രമണത്തിന് വാതിൽ തുറന്നേക്കാം എന്നാണ് പലരും ആരോപിക്കുന്നത്. ഇത്രയും നാൾ ദക്ഷിണ കൊറിയയെ സംരക്ഷിച്ചു നിർത്തുകയും ഉത്തര കൊറിയയുടെ ആക്രമണാത്മകമായ സ്വഭാവവും അവരുടെ ആയുധ പരിപാടികളും അവരുടെ വെല്ലുവിളികളിൽ നിന്നുമൊക്കെ ദക്ഷിണ കൊറിയയെ സംരക്ഷിച്ചു നിർത്തിയിരുന്നതും ഒരു പരിധിവരെ അമേരിക്കയുടെ സൈനിക ശക്തി കൂടിയാണ്. ദക്ഷിണ കൊറിയ സൈനിക ശക്തി ഇല്ലാത്ത രാജ്യമൊന്നുമല്ല. പക്ഷേ അമേരിക്കയുടെയും കൂടി ഒരു സപ്പോർട്ട് ദക്ഷിണ കൊറിയയ്ക്കുണ്ട്, പ്രത്യേകിച്ച് തൊട്ടടുത്ത് ഒരു ഭ്രാന്തനായ ഭരണാധികാരി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദക്ഷിണ കൊറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 1000കണക്കിന് സൈനികരെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായി ഒരു US ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏഷ്യയിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ ആഴത്തിലുള്ള ആശങ്കയാണ് ഉയർത്തുന്നത്. ഏകദേശം 4500 സൈനികരെ തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ച് പെന്റഗൺ പരിഗണിക്കുന്നുണ്ടെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞു. പെന്റഗന്റെ നിർദ്ദേശം ഇതുവരെ പ്രസിഡന്റിന്റെ മേശയിൽ എത്തിയിട്ടില്ലെന്നും എന്നാൽ ചർച്ചകൾ തീവ്രമായി തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം പെന്റഗൺ വക്താവ് ഈ റിപ്പോർട്ട് തള്ളിക്കളയാതെ ഈ നയത്തെക്കുറിച്ച് നിലവിലൊരു പ്രഖ്യാപനവും നടത്താനില്ലെന്ന് പ്രസ്താവിച്ചു. US ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ വക്താവ് പീറ്റ് നോയൻ സൈന്യത്തെ പിൻവലിക്കുന്ന വിഷയം പരാമർശിച്ചില്ലെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിന് പ്രതിജ്ഞാബദ്ധനാണെന്ന് പരാമർശിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു. ഏകദേശം 28,500 അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം മാറ്റുന്നതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ആദ്യ കാലാവധി മുതൽ ആലോചിച്ചു വരികയാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ മാസം ഏഷ്യയിലെ US സൈന്യത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത കമാൻഡർമാർ അമേരിക്കയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്കുള്ള സൈനികരെ കുറയ്ക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനികരെ കുറച്ചാൽ ഉത്തര കൊറിയയ്ക്കെതിരായ തങ്ങളുടെ ശേഷിയെ അപകടത്തിലാക്കുമെന്നും വടക്കുകിഴക്കൻ ഏഷ്യയിൽ ചൈനയ്ക്കും റഷ്യയ്ക്കുമെതിരായ സാധ്യതയുള്ള സംഘർഷങ്ങളിൽ തങ്ങളുടെ കഴിവിനെ ബാധിക്കുമെന്നും സൈനികർ പ്രസ്താവിച്ചു. സൈനികരുടെ എണ്ണം കുറയ്ക്കുന്നത് സ്ഥിതിഗതികൾ വളരെ ദുഷ്കരമാക്കും എന്ന് കൊറിയയിലെ US ആർമി കമാൻഡർ ജനറൽ ജാവിയർ ബ്രൻസൺ അമേരിക്കൻ പാർലമെന്റിൽ പറഞ്ഞതായി ഈ പോസ്റ്റ് പറയുന്നു. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയും നടത്താനില്ലെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഉത്തര കൊറിയയ്ക്കെതിരായ ഒരു
പ്രതിരോധമായി പ്രവർത്തിക്കുന്ന US-ഉമായി ശക്തമായ സംയുക്ത പ്രതിരോധ നിലപാട് നിലനിർത്താൻ അവർ പ്രതിജ്ഞാബദ്ധതയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സൈന്യത്തെ പിൻവലിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് നിക്ഷേപകരിൽ ആശങ്ക ഉയർത്തുകയും സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ നീക്കം ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ദക്ഷിണ കൊറിയയെ ബദൽ സുരക്ഷാ ഓപ്ഷനുകൾ പരിഗണിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ദക്ഷിണ കൊറിയയുമായുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അമേരിക്കൻ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ വികാരമുണ്ട്. ദക്ഷിണ കൊറിയയിലെ US സൈനിക താവളങ്ങളുടെ ദീർഘകാല പരിപാലനത്തെ മിക്ക അമേരിക്കക്കാരും പിന്തുണയ്ക്കുന്നുവെന്നും സൈനികരെ പിൻവലിക്കുന്നത് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്നും സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പിൻവാങ്ങൽ ഇൻഡോ പസഫിക്കിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം. ജപ്പാനും ഫിലിപ്പൈൻസും ദക്ഷിണ കൊറിയയുമെല്ലാം സ്വയം പ്രതിരോധിക്കാനും സംഘർഷം വർദ്ധിച്ചു വരുന്ന ഈ മേഖലയിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനും മുൻപ് കാലങ്ങളിൽ US സൈന്യത്തെയായിരുന്നു ആശ്രയിച്ചത്, അല്ലെങ്കിൽ അവരുമായുള്ള കൂട്ടുകെട്ടിനെയാണ് ആശ്രയിച്ചത്. മാത്രമല്ല, അമേരിക്കയുടെ പ്രവൃത്തി തായ്വാനെയും അപകടത്തിലാക്കിയേക്കാം. ട്രംപിന്റെ തീരുമാനത്തെ സഖ്യകക്ഷികൾ നെഗറ്റീവായി വ്യാഖ്യാനിക്കുകയും വാഷിംഗ്ടണും സഖ്യകക്ഷികളും തമ്മിലുള്ള ഗുരുതരമായ വിശ്വാസ പ്രശ്നങ്ങൾ ഉയർത്തുകയും ചെയ്തേക്കാം. പെന്റഗൺ ഈ മേഖലയിലെ സൈനിക സാന്നിധ്യം കുറച്ചാൽ ഉറപ്പായി ചൈന തായ്വാനെ ആക്രമിച്ചേക്കാം എന്ന കാര്യത്തിൽ സംശയമേയില്ല.